ഓം ശ്രീ സായിരാം. എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമി എപ്പോഴും നമുക്ക് പറഞ്ഞു തരാറുള്ളൊരു സന്ദേശമാണ് ലവ് ഓൾ സെർവ് ഓൾ. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവർക്കും സേവനം ചെയ്യണം. ഭഗവാൻ ഒരു ദിവസം ഒരു കുടുംബത്തിനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അച്ഛനമ്മ, മൂത്ത ആൺകുട്ടി, ചെറിയ പെൺകുട്ടി, താഴെ എഴുത് പെൺകുട്ടി, 4 പേരാണ്. 4 പേരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു സ്വാമി. കുട്ടികളെങ്ങനെ എല്ലാവരും ചെറിയ കുട്ടിയാണ്, ആകെ 3 വയസ്സേറ്റ പെൺകുട്ടിക്കായിട്ടുള്ളൂ, ഏതാണ്ട് 8 വയസ്സ് ആൺകുട്ടിക്കായിട്ടുണ്ട്. സ്വാമി ഇങ്ങനെ ഇവരോട് സ്പിരിച്വലായ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പയ്യെ ഈ പെൺകുട്ടി സ്വാമിയുടെ കയ്യുമ്പോൾ ഇങ്ങനെ തോണ്ടിയൊന്ന് സ്വാമി നോക്കി. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. കുട്ടികളുടെ എഴുന്നേറ്റ് ഭഗവാനോട് പറഞ്ഞു, സ്വാമി ഈ ചേട്ടൻ എപ്പോഴും തല്ലും. ഇതാ പറഞ്ഞത്, ചേട്ടൻ എന്നെ എപ്പോഴും പിടിച്ച് തല്ലും. സ്വാമി ചേട്ടനെ അടുത്ത് വിളിച്ചേക്കണം, ഒന്ന് ഹഗ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് ചോദിച്ചു, തല്ലാറുണ്ടോ, ഇവളെ തല്ലാറുണ്ടോ? സ്വാമി ചോദിച്ചു. സ്വാമി എവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. അനിയൻ പറഞ്ഞു, ഇവിടെ ഇരിക്കണ്ട സ്വാമി. ഈ ആൺകുട്ടി പറഞ്ഞു, എൻ്റെ ഉള്ളിൽ സ്വാമി ഇരിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിക്ക് അവളുടെ ഉള്ളിൽ ആരാന്ന് ചോദിച്ചു. അനിയത്തിയുടെ ഉള്ളിൽ ആരാ? കുട്ടി ഒന്ന് ആലോചിച്ചു. സ്വാമി അവളുടെ ഉള്ളിൽ സ്വാമി ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ടല്ലോ, അവളുടെ ഉള്ളിൽ സ്വാമി ഉണ്ട്. അപ്പോൾ സ്വാമി ചോദിച്ചു, അപ്പോൾ അവളെ തല്ലുകയാണെങ്കിൽ ആരെയാ നീ തല്ലണേ? കുട്ടി കരയാൻ തുടങ്ങി. കാരണം കുട്ടിക്ക് മനസ്സിലായി, അവളെ തല്ലുകയാണെങ്കിൽ സ്വാമിയെ തല്ലണേന്ന് കരഞ്ഞു തുടങ്ങി. അപ്പോൾ സ്വാമി ചോദിച്ചു, നിനക്ക് സ്വാമിയെ തല്ലണോ എന്ന് ചോദിച്ചു. നിനക്ക് സ്വാമിയെ തല്ലണോ? കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്വാമി ഇനി ഞാൻ എൻ്റെ അനിയത്തെ തല്ലില്ല സ്വാമി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൈ കയറി പിടിക്കുകയാണ്. ഇതാണ് സത്യം. എല്ലാവരിലും ഭഗവാനുണ്ട്, എല്ലാവരിലും സ്വാമിയിലും. നമ്മൾ ആരെ വേദനിപ്പിച്ചാലും സ്വാമി വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. ആരെ സ്നേഹിച്ചാലും സ്വാമിയെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. ആർക്ക് സേവനം ചെയ്താലും സ്വാമിക്ക് സേവനം ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ ഇൻ്റർവ്യൂ ഓർക്ക് എപ്പോഴും സ്വാമി ആൺകുട്ടിയോട് ചോദിച്ച ചോദ്യവും മറുപടിയെ നമ്മളിങ്ങനെ ഓർത്താൽ മതി. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവർക്കും സ്നേഹം കൊടുക്കാനും എല്ലാവരിലും നമ്മുടെ സ്വാമിയുടേത് കണ്ടെത്താനും നമുക്കൊരുപാട് സഹായകമായിരിക്കും ഈ കൊച്ചു കുടുംബത്തിൻ്റെ സ്വാമി നൽകിയ ഇൻ്റർവ്യൂ. അങ്ങനെ ചിന്തിക്കാൻ സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം.